ഇന്നത്തെ കോവിഡ് വിവരം പറയുന്നതിന് മുൻപ് അടുത്ത ഘട്ടം കോവിഡ് പ്രതിരോധത്തിനുള്ള ബി ദ വാരിയർ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലോഗോ ബഹുമാന്യയായ ആരോഗ്യമന്ത്രിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 29,682 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 1,69,237 പരിശോധനകൾ നടന്നു. 2,50,65 പേരാണ് ചികിത്സയിലുള്ളത്. 142 മരണങ്ങൾ ഉണ്ടായി. ഈ ബി ദ വാരിയർ ക്യാമ്പയിൻ്റെ അടിസ്ഥാന സന്ദേശം നമുക്കെല്ലാവർക്കും കോവിഡ് പ്രതിരോധ പോരാളികളാകാമെന്നതാണ്. സ്വയം പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതിനായി എല്ലാവരും സ്വയം ഇതിൻ്റെ ഭാഗമായി കോവിഡ് പ്രതിരോധ പോരാളികളായി മാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനാവശ്യമായ ബോധവൽക്കരണത്തിനുള്ള ഊർജിത ശ്രമം നടത്തും. കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവർക്കും പോരാളികളാകാം. ഓണത്തിന് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഭയപ്പെട്ടതുപോലെയുള്ള വർധനവുണ്ടായിട്ടില്ല. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ടായിട്ടില്ല. ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടുതൽ ഉയരാതെ 30,000-നും 33,000-നും ഇടയിൽ തന്നെ നിൽക്കുകയാണ്. ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള കഴിഞ്ഞ 3 ആഴ്ചകളിലെ കണക്കുകൾ അത് പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായവരുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം അഡ്മിറ്റായവരുടെ ശതമാനം കുറയുകയാണ് ഉണ്ടായത്. ആഗസ്റ്റ് 14 മുതൽ
20 വരെയുള്ള ദിവസങ്ങളിൽ ശരാശരി രോഗികളുടെ എണ്ണം 1,77,935 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ശതമാനം 5.99 5.99 എന്നാൽ ആഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള ആഴ്ചയിൽ രോഗികളുടെ എണ്ണം 2,23,197 ഉയർന്നു. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ 5.23% കുറഞ്ഞു. ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആകുന്നവരിൽ വാക്സിനേഷൻ എടുത്തവരിലും കുറച്ചു പേർക്ക് രോഗബാധയുണ്ടാകുന്നുണ്ട്. എങ്കിലും അത് ഗുരുതരമാകുന്ന സാഹചര്യം വിരളമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മരണങ്ങളും വാക്സിനേഷൻ എടുത്തവരിലുണ്ടാകുന്നില്ല. അപ്പോൾ വാക്സിനേഷൻ എടുത്തവരിൽ രോഗബാധ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വാക്സിനേഷൻ എടുത്തവർക്കും ചിലർക്ക് രോഗബാധ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അനുഭവം കാണിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാരണം മരണം സംഭവിച്ചവരുടെ ഒരു പരിശോധന നടത്തിയാൽ പ്രധാനമായും പ്രായാധിക്യമുള്ളവർക്കിടയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രായമായവരിൽ വാക്സിനേഷൻ എടുക്കാത്തവർ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനുബന്ധ രോഗമുള്ളവർ, ഇപ്പോൾ മരണപ്പെട്ടവരുടെ ഒരു പരിശോധന നടത്തുമ്പോൾ അനുബന്ധ രോഗങ്ങളുള്ളവരാണ്, അനുബന്ധ രോഗമല്ല രോഗങ്ങൾ ഉള്ളവരാണ് ചിലർ മരണപ്പെടുന്നതിനിടയായിട്ടുള്ളത്. അപ്പോൾ അനുബന്ധ രോഗമുള്ളവരും വാക്സിൻ സ്വീകരിക്കാൻ വിമുഖത കാണിക്കരുത്. മരണനിരക്ക് വലിയ തോതിൽ കുറക്കാൻ ഇതൊക്കെ സഹായകരമാകും. നമ്മുടെ സംസ്ഥാനത്ത് വാക്സിൻ വിതരണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള 75% ആദ്യ ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ 75% ആളുകൾക്ക് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് നൽകി കഴിഞ്ഞു. ഇതനുസരിച്ച് 2,15,72,491 പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 79,90,200 പേർക്ക്, അതായത് 27.84% അത്രയും പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വാക്സിൻ്റെ തരത്തിൽ ആകെ കൂട്ടിയാൽ 2,95,62,691 ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയത്, ഈ രണ്ടും കൂട്ടിയാൽ. അപ്പോൾ മൊത്തം ജനസംഖ്യ എടുത്താൽ യഥാക്രമം 60.94%, 22.5%
5-7% ഒന്നും രണ്ടും ഡോസ് വാക്സിൻ ലഭിച്ചവരുടെ അനുപാതം. നമ്മുടെ വാക്സിനേഷൻ ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ വാക്സിനേഷൻ ഒന്നാം ഡോസ് 40.08%, രണ്ടാം ഡോസ് 12.06%. അപ്പം നമ്മുടെ സംസ്ഥാനം നടത്തിയ വളരെ ഊർജിതമായ വാക്സിനേഷൻ യജ്ഞത്തിലൂടെയാണ് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്കായത്. അപ്പം നാം ശ്രമിക്കുന്നത് പരമാവധി പേർക്ക് എത്രയും വേഗം വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ്. ഈ കഴിഞ്ഞ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ മാത്രം 1,95,00,000 ഡോസ് വാക്സിൻ നൽകിയിട്ടുണ്ട്. വാക്സിനേഷൻ യജ്ഞത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് മാസത്തിൽ മാത്രം 88,00,000 ഡോസ് വാക്സിനാണ് നൽകാനായത്. രാജ്യത്ത് ആദ്യമായി കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ പോയി വാക്സിൻ നൽകി കേരളം മാതൃകയായിട്ടുണ്ട്. നാം 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ നൽകാനായി പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചു. വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ അറിയാത്തവരെ അവരെ കൂടി ഉൾപ്പെടുത്തി വാക്സിൻ സമത്വത്തിനായി വേവ്, അതായത് വർക്ക് എലോങ് ഫോർ വാക്സിൻ ഇക്വിറ്റി, അത്തരമൊരു ക്യാമ്പയിനും ഗർഭിണികളുടെ വാക്സിനേഷനായി മാതൃകവചവും ആവിഷ്കരിച്ച് നടപ്പാക്കി. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും ഈ മാസം തന്നെ ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്രത്തോട് കൂടുതൽ വാക്സിൻ നൽകാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അനുഭവം ഈ കഴിഞ്ഞ നാളുകളിൽ വാക്സിൻ തീരുന്ന മുറക്ക് ആവശ്യമായത്ര വാക്സിൻ കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലയിടത്ത് വാക്സിൻ തീർന്നിട്ടുണ്ട്. നാളെ 9,97,570 ഡോസ് വാക്സിൻ എത്തുമെന്നാണ് കേന്ദ്രം അറിയിപ്പ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വാക്സിൻ വളരെ വേഗം നമ്മൾ കൊടുത്തു തീർക്കുകയാണ്. അത് തീരുമ്പോൾ നമ്മളിൽ വല്ലാതെ ആശങ്കയുണ്ടാകേണ്ടതില്ല. ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം അതിൻ്റെ മുറക്ക് വാക്സിൻ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും 100% ആദ്യ ഡോസ്, 87% പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. ഈ രണ്ടാം ഡോസിൽ കുറവ് വരുന്നത് കുറച്ച് നിശ്ചിത ദിവസം കഴിഞ്ഞാലേ രണ്ടാം ഡോസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ 87% ആയിട്ടുള്ളത്. അപ്പോൾ ഈ വിഭാഗങ്ങളിൽ 100% ആദ്യ ഡോസ് നൽകി കഴിഞ്ഞു, 87% രണ്ടാം ഡോസ്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് 92% പേർക്ക് ഒന്നാം ഡോസ്, 48% പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള 54% പേർക്ക് ഒന്നാം ഡോസ് നൽകിയിട്ടുണ്ട്. വാക്സിൻ വിതരണം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തുകൊണ്ടാണ്
സാമൂഹിക പ്രതിരോധം അധികം താമസിയാതെ നമുക്ക് ആർജിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവിൽ വലിയ ആശങ്ക വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താനും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനുമായി അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രഗത്ഭരായ ആരോഗ്യ വിദഗ്ധരുമായി സർക്കാർ ചർച്ച നടത്തുകയുണ്ടായി. ഡോക്ടർ ഭരത് പങ്കാനിയ, ഡോക്ടർ ഡേവിഡ് പീറ്റേഴ്സ്, ഡോക്ടർ ദേവി ശ്രീധർ, ഡോക്ടർ അജയ് മഹൽ, ഡോക്ടർ സാങ്സ്പ്ര, ഡോക്ടർ ഡേവിഡ് വിൽസൺ, ഡോക്ടർ ആർ ഗംഗാഖേദ്കർ, ഡോക്ടർ അനുരാഗ് അഗർവാൾ, ഡോക്ടർ ജേക്കബ് ജോൺ, ഡോക്ടർ സഞ്ജയ് പൂജാരി, ഡോക്ടർ ഗിരിധർ ബാബു, ഡോക്ടർ ഷാഹിദ് ജമീൽ, ഡോക്ടർ സ്വരൂപ് സർക്കാർ, ഇങ്ങനെയുള്ള നിരവധി വിദഗ്ധർ ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. കോവിഡ് മഹാമാരിയുടെ ആദ്യ നാൾ മുതൽ കേരളം സ്വീകരിച്ചു വരുന്ന പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമാണെന്നാണ് പൊതുവെ എല്ലാവരും ആ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത്. ICMR നടത്തിയ സെറോ പ്രിവലൻസ് സർവേ ഫലത്തിൽ ഏറ്റവും കുറച്ചു പേർക്ക് രോഗം പകർന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കണ്ടെത്തിയത് പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തി മരണനിരക്ക് കുറച്ചു നിർത്തിയതിന് സംസ്ഥാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന വർധനവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വാക്സിൻ വിതരണം മികച്ച രീതിയിൽ നടക്കുന്നതിനാൽ രോഗവ്യാപനം അധികം വൈകാതെ പിടിച്ചുകെട്ടാൻ സാധിക്കുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. എക്സസ് മോർട്ടാലിറ്റി, അതായത് മരണങ്ങൾ കഴിഞ്ഞ തൊട്ടു മുൻപുള്ള വർഷത്തേക്കാൾ എത്ര വർദ്ധിച്ചു എന്ന കണക്ക്, അത് പരിശോധിച്ചാൽ കേരളമാണ് ഏറ്റവും കുറച്ച് മരണങ്ങൾ ഉണ്ടായ സംസ്ഥാനമെന്ന് കാണാൻ സാധിക്കുമെന്ന് വെല്ലൂർ CMCയിലെ വൈറോളജിസ്റ്റായിരുന്ന ഡോക്ടർ ജേക്കബ് ജോൺ വ്യക്തമാക്കി. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കേരളം കാണിച്ച മികവിൻ്റെ ഫലമാണ് ഈ നേട്ടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോവിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായ കണക്കുകൾ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും കണക്കുകൾ നിരത്തി അദ്ദേഹം വിശദീകരിച്ചു. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ ശതമാനം കുറഞ്ഞത് രോഗബാധ അപകടകരമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെ കൂടുതൽ സജീവമാക്കാനുള്ള ആലോചനകൾ അത്യാവശ്യമാണ് എന്നാണ് യോഗം വിലയിരുത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ
ചർച്ചയും ആ യോഗത്തിലുണ്ടായി. കോവിഡ് വ്യാപനം തടയുന്നതിന് പരിശോധനയിലും പ്രതിരോധ കുത്തിവയ്പ്പിലും സ്വീകരിക്കാവുന്ന പുതിയ ആശയങ്ങളും യോഗം ചർച്ച ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി കോവിഡ് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്നും അവരഭിപ്രായപ്പെട്ടു. ക്രിയാത്മക നിർദ്ദേശങ്ങളാലും വ്യത്യസ്ത നിരീക്ഷണങ്ങളാലും സമ്പന്നമായ ചർച്ച സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധമാണ് നൽകിയത്. കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഊന്നൽ നൽകി ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന അവസ്ഥ കണക്കിലെടുത്ത് ബഹുമുഖ പ്രതിരോധ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സേനാ വളണ്ടിയർമാർ, ഓരോ പ്രദേശത്തും സന്നദ്ധരായവർ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവരെല്ലാം ഉൾപ്പെടുത്തി അയൽപക്ക നിരീക്ഷണ സമിതികൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ ഈ കാര്യം തീരുമാനിച്ചിട്ടുമുണ്ട്. വാക്സിനേഷൻ ഏതെങ്കിലും തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ താരതമ്യേന കുറഞ്ഞ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം നടത്തും. അയൽപക്ക നിരീക്ഷണ സമിതി, റാപ്പിഡ് റെസ്പോൺസ് ടീം, വാർഡ് തല സമിതി, പോലീസ്, സെക്ടറൽ മജിസ്ട്രേറ്റ് ഇവരുടെ എല്ലാം നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രാദേശികമായി നടക്കുന്ന നിലയുണ്ടാവും. ഇതിലൊരു പ്രധാന ഘടകം രോഗം വന്നവർ, ആ രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ. ഇപ്പോൾ രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ സ്വാഭാവികമായും ക്വാറന്റൈനിൽ കഴിയണം. രോഗം വന്ന ഒരാൾ വീട്ടിൽ കഴിയുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ക്വാറന്റൈനിൽ കഴിയേണ്ടതായിട്ടുണ്ട്. ഇത് കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ള ഒരാൾക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി മറ്റുള്ളവരുമായി ഇടപഴകുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല. ഇത് കർക്കശമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 30,000 അല്ലെങ്കിൽ 32,000 രോഗികളാണെങ്കിൽ അത്രയും കുടുംബങ്ങൾ ആണ് ഈ പറയുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കേണ്ടത്. സ്വയം നിയന്ത്രണം പാലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ നിയന്ത്രണം ലംഘിച്ചാൽ അത്തരം ആളുകളെ സ്വാഭാവികമായും നിയന്ത്രണം ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് പിഴയിടുന്ന അവസ്ഥ വരും. അപ്പോൾ അവർ പിഴയൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, അങ്ങനെ പിടികൂടുന്നവർ അവരുടെ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിലേക്ക് മാറേണ്ടി വരും.
അത് നേരത്തെ കഴിഞ്ഞ വീടല്ല, അത് സ്ഥലത്ത് ഏർപ്പെടുത്തുന്ന ക്വാറന്റൈൻ സംവിധാനമുണ്ടാകും, അവിടെ കഴിയേണ്ടതായിട്ട് വരും. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രോഗവ്യാപനം കുറച്ച് കൊണ്ടുവരുന്നതിനാണ് നാം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതിൽ സമ്പർക്കത്തിലൂടെയാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത്. ഓണത്തിന് ശേഷം അതിന് മുൻപത്തെ അവസ്ഥ വെച്ചാൽ വലിയ വർധനവുണ്ടായില്ല എന്ന് വെച്ച് ഈ ഉണ്ടായ കാര്യത്തെ നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരണം. അതിന് ഇത്തരം നിയന്ത്രണങ്ങൾ പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു പ്രദേശത്ത് ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ പ്രദേശത്തുകാർക്കതറിയാം. അവിടുത്തെ വാർഡ് തല സമിതിയുണ്ട്, അവിടെ പ്രവർത്തിക്കുന്ന നേരത്തെ ചൂണ്ടിക്കാണിച്ച അയൽപക്ക സമിതികളുണ്ട്, ആർആർടികളുണ്ട്. ഇവരെല്ലാം ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടണം. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞത്, പ്രധാന ചുമതല അതത് വാർഡിലെ തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കാനാവണം. അയൽപക്ക സമിതി, ആ വീട്ടിലുള്ളവർ ക്വാറന്റൈനിൽ കഴിയണം, പുറത്തിറങ്ങാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്തണം. അത്തരം വീടുകളുമായി ബന്ധപ്പെട്ട് അവർ ക്വാറന്റൈനിൽ തന്നെ കഴിയുന്നതിന് സാഹചര്യമൊരുക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. അവർക്കതിൻ്റെ പ്രധാന ബാധ്യതയുണ്ട്. എന്നാൽ ഇതോടൊപ്പം വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടിലെല്ലാവരും ക്വാറന്റൈനിലാണ്. അവർക്ക് ചില കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും, ചില ആവശ്യങ്ങളുണ്ടാകും. അത്തരം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അത് കടകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഹോം ഡെലിവറി സിസ്റ്റം ഏർപ്പെടുത്താം. അതിന് കഴിയുന്നില്ലെങ്കിൽ വളണ്ടിയർമാരെ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു കുടുംബം നിത്യവൃത്തിക്ക് വഴിയില്ല, അങ്ങനെ വന്നാൽ അവർ പട്ടിണി കിടക്കാൻ ഇടവരരുത്. നേരത്തെയും അത്തരം കുടുംബങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ആ കടമയും നിറവേറ്റണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അതൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറില്ല. ആ ബാധ്യത പിന്നീട് സർക്കാർ നിറവേറ്റി കൊടുക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി. വാർഡ് തല സമിതിയുടെ കാര്യം എടുത്താൽ, ഒന്നാം തരംഗ ഘട്ടത്തിൽ വളരെ ഫലപ്രദമായി ആ സമിതി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ 1 വർഷവും 8 മാസവുമായി കോവിഡ് നമ്മുടെ കൂടെ. അപ്പോൾ സ്വാഭാവികമായി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വന്നു ചേരാനിടയിലൊരു മാനസിക നിലയുണ്ട്. ഈ ഘട്ടം ഒന്നുകൂടി നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടമാണ്.
അങ്ങനെ വന്നാൽ വാക്സിനേഷൻ നല്ല രീതിയിൽ 75% നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നാളെയും മറ്റന്നാളും ഒക്കെ ആകുമ്പോൾ അത് നല്ല രീതിയിൽ വർദ്ധിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി കോവിഡ് പടരാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ കോവിഡ് വന്നവരെ, അവരുമായി സമ്പർക്കമുള്ളവരെ പൂർണ്ണമായി ക്വാറന്റൈനിലാക്കുന്ന നിലയെടുക്കണം. രോഗിയായിട്ടുള്ളവർ എല്ലാവരും വീട്ടിൽ കഴിയേണ്ടവരായിരിക്കില്ല. ആശുപത്രിയിൽ കഴിയേണ്ടവർ, ഈ നേരത്തെ പറഞ്ഞ പ്രായമുള്ളവരുണ്ടെങ്കിൽ, അനുബന്ധ രോഗമുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം നിർബന്ധമായും ആശുപത്രിയിലേക്ക് പോകണം. വീട്ടിൽ കഴിയുമ്പോൾ വീട്ടിനകത്ത് അതിനാവശ്യമായ സൗകര്യം ഉണ്ടാവണം, എങ്കിലേ ആ വീട്ടിൽ കഴിയാൻ പറ്റൂ. ഈ രോഗിയായിട്ടുള്ളവർ ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ അവിടെ രോഗിയും മറ്റുള്ളവരും ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് രോഗി നിർബന്ധമായും മാറണം. അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രത പാലിച്ചു പോവുക എന്നത് പ്രധാനമാണ്. പ്രാദേശിക തലത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം നിയന്ത്രണങ്ങളോട് എല്ലാവരും സഹകരിക്കണം, ജനങ്ങളാകെ സഹകരിക്കണം. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഈ പ്രവർത്തനങ്ങളുടെ ആകെ അതത് പ്രദേശത്തെ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധമാകണം. അതോടൊപ്പം കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ മരുന്ന്, അവശ്യ സാധനങ്ങൾ, കോവിഡ് ഇതര രോഗങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാക്കൽ, ഇത്തരം കാര്യങ്ങളിൽ വാർഡ് തല സമിതികൾ നല്ല പരിഗണന നൽകണം. അവയെല്ലാം നിർവഹിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇന്ന് കോവിഡ് അവലോകന യോഗം ചേർന്നിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്തുകയുണ്ടായി. നേരത്തെ പറഞ്ഞ യോഗങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചും പരിശോധന നടന്നു. ഇപ്പോൾ എല്ലാ ദിവസവും രാത്രികാല നിയന്ത്രണം രാവിലെ 10 മുതൽ 6 വരെയുണ്ട്. ഇത് തുടരണമെന്നാണ് ഇന്ന് കണ്ടത്. ഞായറാഴ്ചയുള്ള ലോക്ക്ഡൗണും അതും തുടരേണ്ടതാണ് എന്നാണ് ഇന്ന് കണ്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ചൊവ്വാഴ്ച നടത്തും. വിശദമായ പരിശോധന ഈ വിദഗ്ധരുടെ എല്ലാം അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ചൊവ്വാഴ്ച നടത്താമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കോവിഡിനോടൊപ്പം ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ വാക്സിനേഷൻ എല്ലാവർക്കും കൊടുത്താലും കോവിഡ് ചിലപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിന്ന് വരും. അതാണ് വാക്സിനേഷൻ എടുത്തവരിൽ കോവിഡ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോവിഡ് വിട്ടുപോകാതെ നമ്മോടൊപ്പം തന്നെ കാണും. അതുകൂടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ മാർഗം, കോവിഡിനെതിരെയുള്ള
ജാഗ്രത കൈവിടാതിരിക്കുക. ശാരീരിക അകലം, മാസ്ക് ധരിക്കൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നാം ശീലമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ WIPR 7 മുകളിലുള്ള 81 നഗരവാർഡുകളിലും 215 ഗ്രാമപഞ്ചായത്തുകളിലും ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളല്ല, ഗ്രാമപഞ്ചായത്ത് വാർഡ് എവിടെയാണോ ഈ രോഗമുള്ളത് ആ വാർഡിലായിരിക്കും ലോക്ക്ഡൗൺ ഉണ്ടാവുക. അതിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. RRT ദ്രുത പ്രതികരണ സേന ഇത് മുഖേന കോവിഡ് രോഗികളുടെ ക്വാറന്റൈൻ ഉറപ്പുവരുത്തി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, എത്ര രോഗികളുണ്ട്, എത്ര പേര് അതിൻ്റെ ഭാഗമായി ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട് തുടങ്ങിയ വിവരങ്ങൾ, ആശുപത്രിയിൽ എത്ര പേരുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമായി നടക്കുന്നുണ്ട്. വാർഡ് തല സമിതിയും RRTകളും ഇപ്പോൾ രൂപീകരിക്കാൻ പറഞ്ഞ അയൽപക്ക സമിതിയും അവരെല്ലാം മുഖേന റിപ്പോർട്ടുകൾ ശേഖരിക്കാനാവും. അതിനോടൊപ്പം വില്ലേജ് ഓഫീസ് കൂടി സഹകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തും തദ്ദേശഭരണ സ്ഥാപനവും അവിടെയുള്ള വില്ലേജ് ഓഫീസും ചേർന്നുകൊണ്ട് ദിവസേന ഈ റിപ്പോർട്ട് നൽകണം. ഒന്ന്, ഈ ഓരോ വീട്ടിലും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ എണ്ണം, സമ്പർക്ക വിലക്കിൽ കഴിയുന്നവരുടെ എണ്ണം, അതേപോലെ തന്നെ രോഗികളുടെ എണ്ണം, പിന്നെ വാർഡ് തല കണ്ടെയ്ൻമെൻറ്റ്, മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ എണ്ണം, ഗാർഹിക സമ്പർക്ക വിലക്ക് ലംഘനത്തിന്, ക്വാറന്റൈൻ ലംഘിച്ചതിന് പിഴ ചുമത്തിയവരുടെയും നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയവരുടെയും വിവരങ്ങൾ, ക്വാറന്റൈനിലുള്ള എത്ര വീടുകളിൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു, ആ വിവരങ്ങളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കോവിഡ് ബാധിതരായവർ വീടുകളിൽ തന്നെ കഴിയുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസിൻ്റെ സേവനവും വിനിയോഗിക്കും. ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കേസെടുക്കും. ഇത്തരം ആൾക്കാരെ പിന്നീട് വീടുകളിൽ തുടരാൻ അനുവദിക്കില്ല. അവർ രോഗിയായിട്ടുള്ള ആളാണെങ്കിൽ അപ്പം തന്നെ CFLTCയിലേക്ക് മാറ്റും. അപ്പോൾ പോലീസിൻ്റെ മോട്ടോർ സൈക്കിൾ പെട്രോൾ സംഘമുണ്ട്, അവരിതിനായി നിയോഗിക്കും. കോവിഡ് രോഗികൾക്ക് വീടുകളിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയാൻ സഹായകരമായ സൗകര്യങ്ങൾ ലഭ്യമാണോ എന്ന് പോലീസ് നേരിട്ട് പരിശോധിക്കും.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും യുവജനങ്ങൾ മാത്രം അംഗങ്ങളായ സഹകരണ സംഘങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഈ സെപ്റ്റംബർ 6 തിങ്കളാഴ്ചയാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 25 യുവജന സഹകരണ സംഘങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 26 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ സേവന മേഖലകളിലാണ് പ്രവർത്തിക്കുക. അമേരിക്കയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യകളിൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ അതിതീവ്ര മഴയിലും മിന്നൽ പ്രളയത്തിലും നിരവധി ആളുകൾ മരണപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ആസാമിലും ഉത്തർപ്രദേശിലും അതിശക്തമായ മഴയെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ പ്രളയബാധിതമായിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ ജനത എന്ന നിലയിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ പ്രയാസമനുഭവിക്കുന്നവരോട് കേരളം ഐക്യപ്പെടുകയാണ്. ഇവിടങ്ങളിലുള്ള മലയാളി സഹോദരങ്ങളോട് പ്രാദേശിക സർക്കാരുകളുടെ രക്ഷാപ്രവർത്തന പുനരധിവാസ പ്രവർത്തനങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ സെപ്റ്റംബർ 6 വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ കാലവർഷം ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. സെപ്റ്റംബർ 7 വരെ കേരളത്തിൽ, വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ഇത്രയും ജില്ലകളിൽ സെപ്റ്റംബർ 7 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 6, 7 ദിവസങ്ങളിൽ എറണാകുളം, സെപ്റ്റംബർ 7 തൃശ്ശൂർ, സെപ്റ്റംബർ 4 കോട്ടയം, ഈ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മഴ ലഭിച്ച മലയോര മേഖലയിൽ പലയിടത്തും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത നാം കരുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശി അടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ സെപ്റ്റംബർ 5 മുതൽ 7 വരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ് 3 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ 2.5 കോടി രൂപ, സൗദി അറേബ്യയിലെ ദമാമിലെ നവോദയ കൾച്ചറൽ സെൻറ്റർ 50 ലക്ഷം രൂപ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. കേരള കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്
25,60,135 രൂപ. റബ്ബർ പാർക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 25 ലക്ഷം രൂപ. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. കേൾക്കുന്നുണ്ട്. എപ്പോഴെന്നുള്ളതല്ല, എല്ലാ സാധ്യതകളും ആരായും. അപ്പോൾ അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ സാധാരണഗതിയിലുള്ള ജനജീവിതം എങ്ങനെ പുനഃസ്ഥാപിക്കാനാകുമെന്നുള്ളത് എല്ലാ മേഖലകളുടെ കാര്യത്തിലും ആരായുന്നതാണ്. അവർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് അങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് അവർക്ക് കിട്ടിയ വിവരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കോൺഗ്രസ്സിലെ ഈ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിൽ PS പ്രശാന്ത് അദ്ദേഹം KPCC സെക്രട്ടറിയായി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇത്തരമൊരു നിലപാടെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. അപ്പം അദ്ദേഹം CPIMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയതുമാണ്. അത് നിങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം പൊതുപ്രവർത്തകർക്ക് മനസ്സമാധാനമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടാണ് കണ്ടത്. അപ്പോൾ മനസ്സമാധാനം അവിടെ നിന്നാലുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതിൻ്റെ ഭാഗമായി തന്നെ അതിന് ഇടതുപക്ഷ ചേരിയിലേക്ക് വരുന്നതാണ്, മതനിരപേക്ഷതയുടെ ഭാഗമായി ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള പ്രശ്നങ്ങളിൽ അതിനെന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഞാനാളല്ല. കാരണം അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അത് ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തീക്ഷ്ണമാകും എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പുറത്തു വരുന്ന കാര്യങ്ങളെടുത്താൽ ആ പാർട്ടിക്കാർക്കെന്നല്ല ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ടെ AV ഗോപിനാഥ് സീനിയറായൊരു കോൺഗ്രസ് നേതാവാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ. ഏതായാലും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്ന അഭിപ്രായം പറയാൻ ഞാൻ പോകുന്നില്ല. അല്ല, അതെന്താണെന്ന് പറഞ്ഞാലല്ലേ ഞാൻ പറയേണ്ടതായിട്ടുള്ളൂ. അല്ല, ധർമ്മടം ബന്ധമെന്ന് പറയുന്നത് കൊണ്ട് മാത്രമേ നിനക്കെന്തെങ്കിലും പറയാൻ പറ്റൂ. അത്
സാധാരണ സാധാരണഗതിയിലുള്ള സർക്കാർ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നിലപാടുകളായിരിക്കും ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനൊരു പരാതിയുമില്ല. ഹൈക്കോടതിക്ക് തന്നെ ഈ നടന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നീങ്ങുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുള്ളതാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഈ നടപടികൾ ശക്തമായി നിൽക്കണം, നടക്കണം എന്ന് തന്നെയാണല്ലോ അഭിപ്രായം. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തന്നെയാണ് തയ്യാറായിട്ടുള്ളത്. നിഷ്പക്ഷമായ സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതിപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന നിലക്ക് നിങ്ങൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഞാനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ ഓണ ദിവസം നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുവെങ്കിൽ ആ വന്ന് അവിടെ നിൽക്കുമ്പോൾ ഒരു കുട്ടിയോ ഒരു കുടുംബമോ വന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുന്നയാൾ ആ ഫോട്ടോ ആ കുട്ടിയുടെ താല്പര്യത്തിന്, ആ കുടുംബത്തിൻ്റെ താല്പര്യത്തിന് ഞാനും നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ് എനിക്കൊരു ഫോട്ടോ എടുക്കണം നിങ്ങളുടെ കൂടെ. അല്ല, അത് വേണ്ട, നിങ്ങളെപ്പോഴും നമ്മളെ കാണുന്നില്ലേ, എന്തിനാണ് അങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? അല്ല, ഒരു ഫോട്ടോ കുറേ കാലമായി എടുത്തിട്ട് ഒരു ഫോട്ടോ അയാളും എടുക്കുന്നു. അതാണ് സംഭവിച്ചത്. അതിനകത്ത് എന്താ പ്രത്യേകത? അല്ല, അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ്. എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് അന്വേഷണത്തിലൊരിളവും കിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി അയാളിൽ കുറ്റമുണ്ടെങ്കിൽ അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അയാളെ കണ്ടെത്തും, ആവശ്യമായ നടപടി ഉണ്ടാകും. അത് മറ്റേതെങ്കിലും തരത്തിൻ്റെ ഭാഗമായി ചാർത്തിക്കൊടുത്ത് കുറ്റമുണ്ടാക്കാൻ പറ്റില്ലല്ലോ. കുറ്റവാളിയാണോ എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളും ഉണ്ടാകും. നിങ്ങൾക്ക് അയാളോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞോ. അതിന് എൻ്റെ കണക്കിലത് പെടുത്തണ്ട. നിങ്ങൾക്കാണല്ലോ അയാളെ ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നത്. എന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കറിയായിരിക്കും. ദീർഘകാലം നിങ്ങൾ രണ്ടാളും മാധ്യമപ്രവർത്തകരായിട്ട് നിൽക്കുന്നതാണ്. രണ്ടാളും ഒരേ മേഖലയിലുള്ളവരാണ്, ദൃശ്യമാധ്യമ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തന്നെ തീർത്തോ. എൻ്റെ കണക്കിൽ വേണ്ട. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അയാൾ ആ ദിവസം വീട്ടിൽ വന്നു എന്നുള്ളത് ശരിയാണ്. ഒരു കൂട്ടർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കും ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അയാളും ഫോട്ടോ എടുത്തു എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾ സംശയിക്കുന്ന കാര്യം അയാളുടെ പേരിൽ ആരോപണങ്ങളുണ്ടായിരിക്കുന്നു. ആ ആരോപണത്തിൻ്റെ ഭാഗമായി അയാൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കപ്പെടുമെന്നാണ്. അതിലൊരു സംശയവും വേണ്ട. ഒരു ഫോട്ടോവും ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരില്ല. അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റവാളിയാണോ എങ്കിൽ ഫലപ്രദമായ നടപടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഈ പ്രശാന്തൊക്കെ ഒരു മാലിന്യമായിട്ട് എപ്പോഴാണ് അവർക്ക് തോന്നി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ സംസ്ഥാന നേതാവ് സംസ്ഥാന സെക്രട്ടറിയായി KPCC സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ അതൊരു മാലിന്യമാണെന്ന് പറയാൻ പറ്റില്ല. അത് ശക്തമായ നിലപാടിലേക്ക് അദ്ദേഹം വന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ആളുകൾ ആരാണോ വരുന്നത്, അത്തരം ആളുകളൊരു ശരിയായ നിലപാടെടുത്താൽ ആ ശരിയായ നിലപാടെടുക്കുന്നവരെ സഹകരിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അല്ല, അവരിപ്പോൾ ഉറച്ചു നിന്നില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇന്നെന്തോ വാർത്ത കണ്ടല്ലോ, ഉറച്ചു നിൽക്കുകയാണെന്ന്. പിന്നെ ഇതിനെ നിങ്ങളവരുടെ
ഇതെടുക്കുന്നത്? അത് നിങ്ങൾക്കുള്ള വിവരമല്ലേ. ഞങ്ങളെല്ലാം പുറത്തുനിന്ന് കാണുന്നവരല്ലേ. പുറത്തുനിന്ന് കാണുമ്പോൾ ഉറപ്പാണ്. ഇപ്പോൾ ഉറച്ച് നിൽക്കുന്നു, പിന്നെ യോഗത്തിൽ പങ്കെടുക്കും എന്നൊക്കെ അവർ തീരുമാനിച്ചു എന്നാണ് കാണുന്നത്. അല്ല, അതവർ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അവർക്ക് ഒരു കേഡർ പാർട്ടി ആകാൻ കഴിയുമെങ്കിൽ നടക്കട്ടെ. ഒരു മതനിരപേക്ഷത കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് നാട്ടിന് നല്ലതാണല്ലോ. അല്ല, ഒട്ടേറെ നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അത് ഗൗരവമായ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുമാണ്. അതിന് സർക്കാർ തയ്യാറാകും. അത് നിർദ്ദേശങ്ങളായി തന്നെ സർക്കാരിൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ആവശ്യമായ ചർച്ചയും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകും. ഇതിൽ സാധാരണ നിലക്കുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടെത്തേണ്ട കാര്യമാണ്. എൻ്റെ കയ്യിൽ മറ്റു വിവരങ്ങളില്ല. അതിനെക്കുറിച്ച് ഒരു ശങ്കയും വേണ്ട. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതിനും നാട്ടിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഉത്തരവാദിത്വമാണ് പോലീസിന് പ്രധാനമായുമുള്ളത്. ഈ കൃത്യനിർവഹണം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ ദുരന്തങ്ങളിലും അവരുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഒരു സേനയായി കേരള പോലീസ് മാറിയിട്ടുമുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. അത്തരത്തിൽ കേരളത്തിലെ പോലീസ് സേന മാറി എന്നത് നാടും കണ്ടറിയുന്ന കാര്യമാണ്. മാത്രമല്ല, ക്രമസമാധാന നില നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നിലയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ വർഗീയ പ്രചരണങ്ങൾ, വർഗീയമായുള്ള സംഘർഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നപ്പോഴും നമ്മുടെ സംസ്ഥാനം വർഗീയ സംഘർഷങ്ങളിൽ നിന്ന് തീർത്തും മുക്തമായി നിന്നുവെന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ പ്രളയത്തിലായാലും ഇപ്പോഴത്തെ കോവിഡിനെ നേരിടുന്ന കാര്യത്തിലായാലും ആ സേന, പോലീസ് സേന കാണിച്ചിട്ടുള്ള ത്യാഗപൂർവമായ പ്രവർത്തനം നമ്മുടെ ഓരോ പ്രദേശത്തിനും എടുത്ത് പറയാനുള്ള കാര്യമാണ്. അതിൽ മരണപ്പെട്ട പോലീസുകാരുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രോഗം വന്ന ധാരാളം ആളുകളുണ്ട്. മരണപ്പെട്ടവർ 11 പേരാണ്. ഇപ്പം തന്നെ ICUവിൽ 7 പേര് ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഒരു ജനകീയ സേന എന്ന നിലക്കുള്ള നല്ല ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് അതിന് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. കേരള പോലീസ് തന്നെ അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷൻ നേരത്തെയുണ്ട്, അത് വ്യാപകമാക്കി. വനിതാ സെല്ല്, വനിതാ ബറ്റാലിയൻ, അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീറ്റ്, ഇവയെല്ലാം സ്ത്രീ സുരക്ഷ മുൻനിർത്തി പോലീസ് നടപ്പാക്കിയ പദ്ധതികളാണ്. അതോടൊപ്പം പോലീസിലെ വനിതകളുടെ പ്രാതിനിധ്യം അത് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് പടിപടിയായി 15% തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ കർക്കശമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. സർക്കാരും അതിനനുസൃതമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നുമുണ്ട്. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. നമ്മുടെ സമയം കഴിഞ്ഞു പോയി. ഇനി ബാക്കി നമുക്ക് പിന്നീടാവാം. അതാ നല്ലത്.